ഓം യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംസ്തഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാദിഹേതവേ താവത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരി ഓം. ഈ ലോകത്ത് ഭഗവാന്റെ സങ്കല്പമനുസരിച്ചല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് സത്യം. ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ടല്ലാതെ ഒരു പുൽക്കൊടി പോലും ചലിക്കുകയില്ല എന്നതാണ് മഹാത്മാക്കൾ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ബൃഹത്തായ സത്സംഗം ഉണ്ടാകണമെന്ന് സങ്കല്പിച്ചു. ആ സത്സംഗത്തിൽ വിജ്ഞാനവും അതുപോലെ വിനോദവും ഭക്തിയോടൊപ്പം പ്രസരിക്കണം. അതിൽ എല്ലാവരും പങ്കാളികളാകണം എന്നും ഭഗവാൻ സങ്കല്പിച്ചു. അതായത് ദ്വാരകാവാസികളും ഗോകുലത്തിലുള്ളവരും ഹസ്തിനപുര നിവാസികളും അതോടൊപ്പം തന്നെ ഋഷീശ്വരന്മാരുൾപ്പെടെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതുകൊണ്ട് പ്രയോജനം നേടണമെന്ന് ഭഗവാൻ സങ്കല്പിച്ചപ്പോൾ അതിന് ഒരു നിമിത്തം എന്നുള്ള രീതിയിലാണ് ദ്വാരകയിൽ ഒരിക്കൽ വളരെ ഒരു മഹാഗ്രാസം സൂര്യഗ്രഹണമുണ്ടായെന്നാണ്. കൽപ്പാന്തകാലത്ത് സംഭവിക്കുന്നത് പോലെയുള്ള ഒരു സൂര്യഗ്രഹണമാണ്, സർവഗ്രാസമായ സൂര്യഗ്രഹണമാണ് ഉണ്ടായത്. പരിപൂർണമായിട്ടും സൂര്യൻ മറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു മഹാഗ്രഹണമുണ്ടാകുമെന്ന് നേരത്തെ അറിയാവുന്ന ഭഗവാൻ ദ്വാരകാവാസികളോട് എല്ലാവരോടുമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞു, ഇങ്ങനെയുണ്ടാകുന്ന സൂര്യഗ്രഹണ സമയത്ത് എല്ലാവരും ആ കുരുക്ഷേത്രത്തിലുള്ള സമന്തപഞ്ചകം എന്ന തീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്യണം, പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരും ഭഗവത് ചിന്തയോടുകൂടി തന്നെ കഴിയണം എന്നവരോട് ഉപദേശിച്ചു. അതനുസരിച്ച് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എല്ലാവരും സമന്തപഞ്ചകത്തിലെത്തി. സമന്തപഞ്ചകം എന്നത് ആ പരശുരാമൻ ദുഷ്ടക്ഷത്രിയന്മാരെ 21 വട്ടം ഭൂമിയിൽ സഞ്ചരിച്ച് നിഗ്രഹിച്ചതിൽ അവരുടെ രക്തം കൊണ്ടുണ്ടായതാണ്. അവരുടെ രക്തം പ്രവഹിച്ച് അവിടെ ഒരു തടാകമുണ്ടായി എന്നാണ്, വലിയൊരു ജലാശയം. ആ തീർത്ഥമായിട്ട് അതിനെ കൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ആ തരത്തിലുള്ള രാജാക്കന്മാരുടെ രക്തം കൊണ്ടുണ്ടായത് തീർത്ഥസ്ഥലമായി തീർന്നത് എന്നാണെങ്കിൽ, ഭഗവാന്റെ പരശുരാമസ്വാമിയുടെ ആയുധം കൊണ്ട് ആ ദുഷ്ടന്മാരുടെ എല്ലാം രക്തം ശുദ്ധമായി. അതാണ് അതിൻ്റെ സവിശേഷത. അങ്ങനെയുള്ള ശുദ്ധമായ രക്തം കൊണ്ടുണ്ടായതായ തടാകം അത് പുണ്യകർമ്മങ്ങൾക്ക്, വിശേഷിച്ചും പിതൃകർമ്മങ്ങൾക്കെല്ലാം ശ്രേഷ്ഠമായിട്ട് കൽപ്പിക്കപ്പെടുന്നു. സൂര്യഗ്രഹണം എന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുരാണ സങ്കല്പമനുസരിച്ച് രാഹു സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്, വിഴുങ്ങുമ്പോൾ ഉണ്ടാകുന്നതാണെന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ സൂര്യഗ്രഹണം എന്നത് ഭൂമിയിലുള്ളവർക്ക് സൂര്യനെ കാണാൻ സാധിക്കാത്ത തരത്തിൽ പരിപൂർണമായിട്ടും സൂര്യൻ അന്തർധാനം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ സൂര്യൻ്റെ രശ്മികൾ ഭൂമിയിൽ പതിക്കാത്ത സമയത്ത് അത് ദീർഘസമയം നിൽക്കുകയാണെങ്കിൽ അത് പല തരത്തിലുള്ള ദുരിതങ്ങൾക്കും ജീവജാലങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് എന്നതാണ് സത്യം. അപ്പോൾ ഭഗവാൻ ഈ സത്സംഗത്തിന് എല്ലാവരെയും അവിടെ സമ്മേളിക്കാനൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൂര്യഗ്രഹണം അവിടെ സംഭവിച്ചത്. അപ്പോൾ ഒരു വലിയ ജനാവലി
ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സമന്ത പഞ്ചകത്തിൽ എത്തിച്ചേർന്നു. വലുതായ ആ തീർത്ഥത്തിന് യാദവരെല്ലാവരും, ഗോകുലവാസികളെല്ലാവരും എന്നുവേണ്ട ഭാരതത്തിലുള്ള സർവ്വജനങ്ങളും വന്നു ചേർന്നു. അക്രൂരൻ, വസുദേവർ, ഉഗ്രസേനൻ, ഗദൻ, പ്രദ്യുമ്നൻ മുതലായ യാദവ പ്രമുഖന്മാർ, ഭീഷ്മർ, ദ്രോണർ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, ദുര്യോധനാദികളായിട്ടുള്ള പുത്രന്മാർ, അതുപോലെ തന്നെ കുന്തി, ഗാന്ധാരി, പാണ്ഡവന്മാർ, വിതുരർ തുടങ്ങിയ എല്ലാവരും ശ്രീകൃഷ്ണ ദർശനത്തിന് വേണ്ടിയിട്ടും കൂടെ ആണ് അവിടെ വന്നത്. അവരുടെ പ്രധാന ലക്ഷ്യം ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഒന്ന് ദർശിക്കാം, അനുഗ്രഹം നേടാം. അതോടൊപ്പം തന്നെ അവിടെ ആ സൂര്യഗ്രഹണ സമ്പത്ത് നടക്കുന്ന സത്സംഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. അവരെല്ലാവരും രാമകൃഷ്ണന്മാരെ ദർശിച്ച് വിസ്മിതരായി തീർന്നു. രാമകൃഷ്ണന്മാർ ആ രാജാക്കന്മാരെയും അതുപോലെ വേണ്ട വിധത്തിൽ ആദരിച്ചു. അവർ സന്തോഷഭരിതരായി യാദവന്മാരെ പുകഴ്ത്തി. അവർ പറഞ്ഞു, യാദവർക്ക് ശ്രീകൃഷ്ണാവതാരം നിമിത്തം സമസ്ത ഐശ്വര്യങ്ങളും ഉണ്ടായി. ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗയും വാഗ്രൂപത്തിലുള്ള ശാസ്ത്രവും അവിടുത്തെ യശസ്സിനെ വിളംബരം ചെയ്യുന്നതാണല്ലോ. അത് യാദവന്മാർക്കാണല്ലോ നേരിട്ട് അനുഭവിക്കാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചത്. ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് യാദവന്മാരും കുരുക്ഷേത്രത്തിൽ വന്നതറിഞ്ഞ് നന്ദഗോപർ മറ്റ് ഗോപന്മാരോടുകൂടി വണ്ടികളിൽ അനേകം പാരിതോഷികങ്ങളുമായി അവിടെ വന്നു. നന്ദഗോപരെയും പരിവാരങ്ങളെയും കണ്ടപ്പോൾ യാദവർക്ക് ജീവൻ വീണ്ടു കിട്ടിയ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. വളരെ കാലം കാണാതെ കഴിയുകയാൽ ആർത്തരായവർ പരസ്പരം ഗാഠ ആലിംഗനം ചെയ്തു. വസുദേവർ നന്ദഗോപരെ ആലിംഗനം ചെയ്തു. ശ്രീകൃഷ്ണൻ നന്ദഗോപരെ നമസ്കരിച്ചു, ആശ്ലേഷിച്ചു. ശ്രീകൃഷ്ണനും ബലരാമനും വളർത്തച്ഛനും അമ്മയുമായ നന്ദഗോപരെയും യശോദയെയും അഭിവാദ്യം ചെയ്തു. ഗൽഗതകണ്ഠരായി ആനന്ദാശ്രുക്കൾ കുഴിച്ചു. രോഹിണിയും ദേവകിയും യശോദയെ പുണർന്നു. ഗോകുലത്തിൽ വന്ന ഗോപസ്ത്രീകളും നിത്യേന ശ്രീകൃഷ്ണനെ കണ്ടിരുന്ന കാലത്ത് നേത്രങ്ങൾക്ക് ഇമയെ വെട്ടുന്ന ഒരു സ്വഭാവം സൃഷ്ടിച്ച ബ്രഹ്മാവിനെ ശപിച്ചിരുന്നു. കാരണം ഒരു അരനിമിഷം പോലും ഭഗവാന്റെ ദർശനം തടസ്സപ്പെടുന്നുവല്ലോ എന്നാണ് അവർ ദുഃഖിച്ചത് അന്ന്. പക്ഷേ ഇപ്പോൾ ശ്രീകൃഷ്ണനെ ദീർഘകാലമായിട്ട് കാണാൻ സാധിക്കാതിരുന്നിട്ട് ഇപ്പോൾ കണ്ടപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത ആനന്ദപ്രഹർഷമുണ്ടായി. അവർ നേത്രദ്വാര ഹൃദയാന്തർഭാഗത്തേക്ക് ഭഗവാനെ ആകർഷിച്ച് പ്രതിഷ്ഠിച്ച് ആലിംഗനം ചെയ്തു. ആ ഗോപസ്ത്രീകൾ നിർനിമേഷരായി ശ്രീകൃഷ്ണനെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. ശ്രീകൃഷ്ണൻ ആ ഗോപികമാരുടെ ഹൃദയത്തിലുള്ള പ്രേമഭക്തി നല്ലതുപോലെ തിരിച്ചറിഞ്ഞു. അവർ എല്ലാവരെയും ഭഗവാൻ ആശ്ലേഷിച്ചു. ഒരു ഏകാന്ത സ്ഥലത്തേക്ക് നയിച്ച് ആലിംഗനം ചെയ്തു. അവരോട് ആശ്വാസവചനങ്ങൾ പറഞ്ഞു. ആശ്വാസവചനങ്ങൾ പറയുന്നത് കൂടാതെ അവർക്ക് ദീർഘകാലത്തെ വിരഹം കൊണ്ടുണ്ടായ ദുഃഖവും ഇനിയിപ്പോൾ ഭഗവാനെ കാണാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ആ വിഷമവും അറിഞ്ഞ് അതിനെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തത്വോപദേശം കൊടുക്കുകയാണ്. ഭഗവാൻ അവരോടായിട്ട് പറഞ്ഞു, ഇവൻ ഈ ഉള്ളവൻ കൃതഘ്നനാണെന്ന് ഭവതികൾ ചിന്തിക്കരുതേ. സത്യത്തിൽ നിങ്ങളിൽ നിന്ന് വേർപെട്ട് ഞാൻ കഴിയേണ്ടി വന്നത് എൻ്റെ പലതരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ മനുഷ്യരെ തമ്മിൽ യോജിപ്പിക്കുന്നതും വേർപെടുത്തുന്നതും ഈശ്വരേച്ഛയാണ്. മേഘങ്ങളെയും പുല്ലിനെയും പഞ്ഞിയെയും മൺതരിയെയും കാറ്റ് അടിച്ചു കൂട്ടുന്നതും അകറ്റുന്നതും എപ്രകാരമാണോ അപ്രകാരമാണ് ലോകത്തിൽ സൃഷ്ടികർത്താവ് ഭൂതങ്ങളെ യോജിപ്പിക്കുന്നതും വിയോജിപ്പിക്കുന്നതും. എല്ലാം ഈശ്വരസ്യ അനുസരിച്ചാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെ അതിന് കുറ്റം പറയാൻ സാധ്യമല്ല എന്നർത്ഥം. ജീവജാലങ്ങൾക്ക് നമ്മിലുള്ള ഭക്തി മോക്ഷഹേതുവാണ്. ഭാഗ്യവശാൽ ഭവതികൾക്ക്
നമ്മെ പ്രാപിക്കാൻ പര്യാപ്തമായ പ്രേമഭക്തി ദൃഢമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ സംജാതമായിട്ടുണ്ടല്ലോ. ആകാശം, വായു, തേജസ്, ജലം, ഭൂമി എന്നിവ സ്ഥാവരജംഗമങ്ങളായി ഭൂതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നത് എപ്രകാരമാണോ അതേ പ്രകാരം നാം സർവരുടെയും അകമായും പുറമായും വർത്തിക്കുന്നു. പഞ്ചഭൂതങ്ങൾ എല്ലാ വസ്തുക്കളിലും ഉള്ളതുപോലെ നാമും എല്ലാവരുടെയും ഹൃദയത്തിൽ സദാസമയവും കുടികൊള്ളുന്നു. അതിനാൽ നമുക്ക് തമ്മിൽ ഒരു വേർപാട് എന്നത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ല, അങ്ങനെ സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വേർപെട്ടു പോകുന്നു എന്ന് കരുതരുത്. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അന്തര്യാമിയായിട്ട് എൻ്റെ സാന്നിധ്യമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ഈ ആധ്യാത്മികമായ ഉപദേശം കേട്ട ഗോപികമാർ അതിലടങ്ങിയ തത്വം ഗ്രഹിച്ചതോടുകൂടി അജ്ഞാനം നശിച്ച് ഈശ്വരനെ അറിഞ്ഞവരായി. അവർക്ക് മനസ്സിനെന്തെന്നില്ലാത്ത ശാന്തി ലഭിച്ചു. ഏവം ഹേതാനി ഭൂതാനി ഭൂതേഷു ആത്മാത്മനാ തത ഉഭയം മയ്യതവരേ പശ്യതാ ഭാതമക്ഷരേ. ഇങ്ങനെ ആകാശാദി പഞ്ചഭൂതങ്ങൾ ജീവജാലങ്ങളിൽ ഇരിക്കുന്നത് പോലെ, വ്യാപിച്ചിരിക്കുന്നത് പോലെ ഭഗവാൻ നമ്മളിലെല്ലാം ഉണ്ട് എന്നവർക്ക് ബോധ്യമായി. എങ്കിലും അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രാരബ്ധ കർമ്മമനുസരിച്ച് കുറേ കാലം കൂടി പലതരത്തിലുള്ള ലൗകിക വിഷയങ്ങളിൽ വ്യാപരിക്കേണ്ടതായിട്ടുണ്ടല്ലോ. പ്രാരബ്ധ കർമ്മങ്ങൾ അനുവർത്തിച്ച് തന്നെ ജീവിക്കേണ്ടതായിട്ട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. എല്ലാ സമയവും അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കണമേ. ആഹുശ്ചതേ നളിനനാഭവതാരവിന്ദം യോഗേശ്വരൈ ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകോപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്സി ഉദിയ സദാന. അല്ലയോ പത്മനാഭനായ ഭഗവാനെ, നാഭീവലമത്തോടു കൂടിയ ഭഗവാനെ, യോഗീന്ദ്രന്മാരാൽ അഗാധജ്ഞാനം കൊണ്ട് ഹൃദയത്തിൽ ധ്യാനിക്കപ്പെടുന്ന അങ്ങയുടെ ആ പാദപത്മം സംസാര കൂപത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഞങ്ങൾക്ക് ഏകമായ അവലംബമാണ്, ആശ്രയമാണ്. ഗൃഹകൃത്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ശോഭിക്കണമേ. അങ്ങനെ അങ്ങ് സദാസമയവും ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ദുഃഖവും അനുഭവിക്കേണ്ടതായിട്ട് വരികയില്ല. പ്രാരബ്ധം ഞങ്ങൾക്കൊരു ഭാരമായിട്ട് തോന്നുകയില്ല. അതുകൊണ്ട് സംസാരകൂപ പതിതോത്തരണ അവലംബം അങ്ങയുടെ പാദം എന്നാണ്. സദാ ഞങ്ങളുടെ മനസ്സിൽ ഉദിക്കണമേ എന്നാണ് പ്രാർത്ഥന. ഇത് ഗോപികമാരുടെ പ്രാർത്ഥന മാത്രമല്ല, ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥന ആയിരിക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശ്രീകൃഷ്ണ ദർശനം എല്ലാവർക്കും സുലഭമല്ല. പൂർവജന്മ സുകൃതം നേടിയവർക്കും പരമഹംസ പദവിയിലെത്തിയവർക്കും അങ്ങനെയുള്ള യോഗിവര്യന്മാർക്കും മാത്രമേ പ്രാപ്യമാവുകയുള്ളൂ. എന്നാൽ പാരമഹംസ സംഹിതയായ ശ്രീമദ് ഭാഗവതം എല്ലാവർക്കും സുലഭമായിട്ട് ഉണ്ടല്ലോ. ആ ഭാഗവതം ശ്രവണം ചെയ്യുന്നതിലൂടെയും മനനം ചെയ്യുന്നതിലൂടെയും ശ്രീകൃഷ്ണ ദർശനം നമുക്ക് സാധിക്കും. ആ ഭഗവത് ദർശനവും സംസാരമോചനവും അതിലൂടെ സിദ്ധിക്കുകയും ചെയ്യും. ഇപ്രകാരം ജനങ്ങൾ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വേദിയിൽ യാദവരിലും കൗരവരിലും പെട്ട സ്ത്രീജനങ്ങൾ സമ്മേളിക്കുന്നു. ശ്രീകൃഷ്ണ കഥകൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള വർണ്ണന ഒരു പ്രത്യേക രീതിയിലാണ്. ദ്രൗപദിയുടെ അധ്യക്ഷതയിലാണ് സ്ത്രീകളുടെ ആ സമ്മേളനം. കൃഷ്ണപത്നിമാരോട് ഓരോരുത്തരോടായി ദ്രൗപദി അവരുടെ വിവാഹ വൃത്താന്തങ്ങൾ പറയാൻ ആവശ്യപ്പെടുകയാണ്. ദ്രൗപദി പറഞ്ഞു, ഏത് വിധേനയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാപിക്കാനും ഭഗവാന്റെ പത്നീപദത്തിലെത്താനും സാഹചര്യമുണ്ടായത് എന്ന് വിവരിച്ച് പറഞ്ഞാലും ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ഐശ്വര്യാദി ഷഡ്ഗുണങ്ങളിൽ വീര്യത്തിനും സ്ത്രീത്വത്തിനുമാണ് പ്രാധാന്യം കൊടുത്ത് ഓരോരുത്തരും വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഓരോരുത്തരുടെയും ആ അനുഭവത്തിൻ്റെ വർണ്ണന ഓരോ സത്സംഗമായിട്ട് മാറുകയാണ്. ആദ്യം രുക്മിണീദേവി പറഞ്ഞു,
ഞാൻ വിദർഭ രാജ്യത്തെ ഭീഷ്മക രാജാവിൻ്റെ പുത്രിയാണ്. എന്നെ വിവാഹപ്രായമായപ്പോൾ ചേതി രാജാവായ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് അച്ഛനമ്മമാർ എൻ്റെ ജ്യേഷ്ഠനായ രുക്മിയുടെ നിർബന്ധപ്രകാരം തീരുമാനമെടുത്തു. വിവാഹ തീയതിയൊക്കെ നിശ്ചയിച്ചു. എല്ലാ രാജാക്കന്മാരെയും ഒക്കെ ക്ഷണിക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിലാണ് എനിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം. ഇതെങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സാധ്യമില്ല. ഞാൻ വളരെ കാലമായിട്ട് ശിവപാർവതി ക്ഷേത്രത്തിൽ പോയി ദേവിയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ശ്രീകൃഷ്ണ ഭഗവാനെ എനിക്ക് ഭർത്താവായിട്ട് ലഭിക്കണമേ എന്ന്. പക്ഷേ ഒരു ഫലവും കണ്ടില്ല. എങ്കിലും ഞാൻ ദുഃഖിച്ചിരിക്കുന്നത് കണ്ട ഒരു ബ്രാഹ്മണൻ അവിടെ വന്നു. ബ്രാഹ്മണൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണ ഭഗവാന് ഒരു സന്ദേശം കൊടുത്തയച്ചു. ആ ബ്രാഹ്മണൻ ദ്വാരകയിൽ ചെന്ന് ശ്രീകൃഷ്ണനെ കണ്ട് സന്ദേശം അറിയിച്ചു. അതറിഞ്ഞ ഉടൻ ഭഗവാൻ അവിടെ നിന്ന് പുറപ്പെട്ടു, വിദർഭ രാജ്യത്ത് വന്നു. വിവാഹം നിശ്ചയിച്ചിരുന്നതിൻ്റെ തലേ ദിവസം തന്നെ അവിടെ രാജധാനിയിൽ വന്നു, കുണ്ടിനപുരിയിൽ വന്നു. എന്നിട്ട് വിവാഹ ദിവസം അവിടെ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ ഞാൻ തോഴിമാരുമായിട്ട് ദർശനത്തിന് പോയ സന്ദർഭം, ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭഗവാൻ എന്നെ ബലമായിട്ട് അപഹരിച്ച് തൻ്റെ രഥത്തിൽ കയറ്റി കൊണ്ടുപോയി. ജരാസന്ധാദികളായ രാജാക്കന്മാർ, ശിശുപാലൻ, കാശിരാജാവ്, രുക്മി മുതലായവർ ആയുധപാണികളായിട്ട് നിരന്നു നിൽക്കുന്നതിന് ഇടയിലൂടെ ശ്രീകൃഷ്ണൻ എന്നെ പിടിച്ചു കൊണ്ടുപോയി ദ്വാരകയിൽ വെച്ച് വിവാഹം കഴിച്ചു. അതാണ് എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യം. എൻ്റെ ജീവിതം അതോടുകൂടി ധന്യമായി. സത്യഭാമ പറഞ്ഞു, എൻ്റെ പിതാവായ സത്രാജിത്ത് സൂര്യദേവനെ തപസ് ചെയ്ത് ഒരു സെമന്തകം രത്നം ലഭിച്ചു. ആ രത്നം അച്ഛൻ ഗൃഹത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ അത് പറഞ്ഞു, ഈ രത്നം ഇങ്ങനെ ഗൃഹത്തിൽ വെക്കാനുള്ളതല്ല, അതിനെ വേണ്ട വിധത്തിൽ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ അച്ഛനത് കൊടുത്തില്ല. ആ രത്നം എടുത്തുകൊണ്ട് സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ അത് കഴുത്തിലണിഞ്ഞുകൊണ്ട് നായാട്ടിന് പോയി. അവിടെ വെച്ച് പ്രസേനൻ കൊല്ലപ്പെട്ടു, രത്നവും നഷ്ടപ്പെട്ടു. അതോടുകൂടി ആ സെമന്തകരത്നം ശ്രീകൃഷ്ണ ഭഗവാൻ അപഹരിച്ചു എന്ന് സത്രാജിത്ത് അപവാദം പറഞ്ഞു പരത്തി. ഭഗവാൻ ഈ അപവാദം കേട്ട ഉടനെ തന്നെ അതിനെ ദൂരീകരിക്കാനായിട്ട് രത്നമന്വേഷിച്ച് പോയി. കാട്ടിൽ ചെന്ന് പ്രസേനൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. പിന്നീട് രത്നമന്വേഷിച്ച് ജാംബവാൻ്റെ ഗുഹയിൽ ചെന്നു. ആ ഗുഹയിൽ നിന്ന്, ജാംബവാനിൽ നിന്ന് ആ രത്നം വീണ്ടെടുത്ത് കൊണ്ടുവന്ന് സത്രാജിത്തിന് നൽകി. അങ്ങനെ സത്രാജിത്തിന് ജാള്യത തോന്നിയപ്പോൾ ആ സെമന്തക രത്നത്തോടൊപ്പം എന്നെയും ഭഗവാന് സമർപ്പിച്ചു. ഭഗവാൻ എന്നെ പത്നിയായിട്ട് സ്വീകരിച്ചു. രത്നം തിരിച്ച് സത്രാജിത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ തരത്തിലാണ് എനിക്ക് ഭഗവാന്റെ പത്നീപദം അലങ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് എന്ന് സത്യഭാമ പറഞ്ഞു നിർത്തിയപ്പോൾ ജാംബവതി പറഞ്ഞു, ആദ്യം ആ സെമന്തകരത്നം എൻ്റെ അച്ഛനായ ജാംബവാൻ്റെ കയ്യിലാണ് വന്നുപെട്ടത്. രത്നം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ അന്വേഷിച്ച് എൻ്റെ അച്ഛനായ ജാംബവാൻ വസിക്കുന്ന ഗുഹയിൽ വന്നു. ഗുഹയിൽ വന്നപ്പോൾ ശരിക്ക് വാർദ്ധക്യം കൊണ്ട് കാഴ്ചയില്ലാത്ത എൻ്റെ അച്ഛൻ ഗുഹയിൽ വന്ന ആളുമായിട്ട് ദ്വന്ദ്വത്തിൽ ഏർപ്പെട്ടു. ആ ശ്രീകൃഷ്ണൻ തൻ്റെ സ്വാമിയായ ശ്രീരാമൻ തന്നെയാണെന്ന് അറിയാതെ ജാംബവാൻ 27 ദിവസം ദ്വന്ദ്വയുദ്ധം നടത്തി. ശ്രീരാമനാമം ജപിച്ചുകൊണ്ടാണ് ഓരോ മുഷ്ടിയുദ്ധവും നടത്തിയത്. അതുകൊണ്ട് ഭഗവാന് മനസ്സിലായി ഈ ജാംബവാൻ്റെ ഉള്ളിൽ ഭക്തിയാണുള്ളത്. അങ്ങനെ ആ പരീക്ഷണത്തിൽ വിജയിച്ച പിതാവ് തത്വം ഗ്രഹിച്ചു. ശ്രീകൃഷ്ണൻ്റെ കാൽക്കൽ സെമന്തകവും ഒപ്പം എന്നെയും സമർപ്പിച്ചു. ഭഗവാൻ എന്നെ പത്നിയായിട്ട് സ്വീകരിച്ചു. അതാണ് എനിക്ക് കിട്ടിയ ഭാഗ്യം. എനിക്ക് ത്രേതായുഗം മുതൽ ഭഗവാന്റെ പത്നീപദം അലങ്കരിക്കാനായിട്ട് ആഗ്രഹിച്ച് ഞാൻ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയതാണ്. ഇപ്പോൾ അതിന് അവസരം ലഭിച്ചു. ഇനിയും ജന്മജന്മാന്തരങ്ങളായിട്ട് ഭഗവാന്റെ പാദസേവ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കണമേ എന്നാണ് പ്രാർത്ഥന.
അടുത്തതായിട്ട് കാളിന്തി പറഞ്ഞു, ഞാൻ സൂര്യപുത്രിയാണ്. ഞാൻ ആ ഭഗവാൻ അവതരിച്ച ഉടനെ വസുദേവർ ആ മധുരാപുരിയിൽ നിന്ന് ഗോകുലത്തിലേക്ക് ഉണ്ണിക്കണ്ണനെ കയ്യിലെടുത്തുകൊണ്ട് പോകുമ്പോൾ അന്ന് ഞാൻ ആ നദി ആയിരുന്ന ഞാൻ ഭഗവാന് മാർഗം കൊടുത്തപ്പോൾ എൻ്റെ ഏതാനും ജലഗണങ്ങൾ ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ച് നിർവൃതി നേടിയതാണ്. അന്നു മുതൽ ഭഗവാന്റെ പത്നിപദം അലങ്കരിക്കാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരുന്നു. ഭക്തിപൂർവമായ ആ ഒരു തപസ് തന്നെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നു. അത് ശ്രീകൃഷ്ണൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ നദീതീരത്ത് ധ്യാനിച്ചു കൊണ്ടിരുന്ന എന്നെ അർജുനനാണ് ഭഗവാനെ കാണിച്ചു കൊടുത്തത്. ഭഗവാൻ ഉടനെ തന്നെ തൻ്റെ സുഹൃത്തായ അർജുനനോടൊപ്പം വന്ന് തന്നെ അവിടെ നിന്ന് സ്വീകരിച്ച് ദ്വാരകയിൽ കൊണ്ടുപോയി പാണിഗ്രഹണം ചെയ്തു. അങ്ങനെയാണ് എനിക്ക് ഭഗവാന്റെ പത്നീപദത്തിൽ എത്താൻ സാധിച്ചത്. അടുത്തതായിട്ട് മിത്രവിന്ദ പറഞ്ഞു, ഞാൻ അവന്തി അവന്തി രാജ്യത്തെ രാജകുമാരിയാണ്. എൻ്റെ അമ്മ രാജാധിദേവി വസുദേവരുടെ സഹോദരിയാണ്. അപ്പോൾ തനിക്ക് പിതാവ് ഒരു സ്വയംവരം നിശ്ചയിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ വന്ന് രാജാക്കന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ ബലമായിട്ട് അപഹരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തത്. കാരണം എൻ്റെ സഹോദരന്മാരായ വിന്ദാനുവിന്ദന്മാർ ദുര്യോധനപക്ഷപാതികളായിരുന്നതുകൊണ്ട് ശ്രീകൃഷ്ണനുമായിട്ട് വിരോധത്തിലായിരുന്നു. അതിനെ ആ എതിർപ്പിനെ അവഗണിച്ച് ഭഗവാൻ രക്ഷപ്പെടുത്തി ദ്വാരകയിലേക്ക് എന്നെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു. ആ ഭഗവാന്റെ പാദസേവ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്ന് പറയാം. അടുത്തതായിട്ട് സത്യ പറഞ്ഞു, ഞാൻ കോസല രാജ്യത്തിലെ നഗ്നജിത്ത് എന്ന രാജാവിൻ്റെ പുത്രിയാണ്. അതുകൊണ്ട് നഗ്നജിതി എന്നും അറിയപ്പെടുന്നു. എൻ്റെ പിതാവ് രാജാക്കന്മാരുടെ വീരസ്വഭാവം പരീക്ഷിക്കാൻ മഹാബലമുള്ള ക്രൂരന്മാരായ 7 കാളകളെ ഏർപ്പെടുത്തി. അവയെ ഒരേ സമയം പിടിച്ചു കിട്ടുന്ന ഒരാൾക്ക് മാത്രമേ എൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്നാണ് അവിടെ ഒരു വ്യവസ്ഥ വെച്ചത്. അനേകം രാജാക്കന്മാർ അവിടെ വന്നു. കാളയെ പിടിച്ചു കെട്ടാനായിട്ടുള്ള ശ്രമത്തിൽ കുത്തുകൊണ്ട് മുറിവേൽക്കുകയും മരണപ്പെടുകയൊക്കെ ചെയ്തു. 7 കൂറ്റൻ കാളകളെ ഒരേ സമയത്ത് അനായാസമായിട്ട് ഭഗവാൻ ഒരു ലീലയെന്നോണം പിടിച്ച് ബന്ധിച്ചു. അങ്ങനെ എന്നെ സ്വീകരിച്ചു. ആ ഭഗവാന്റെ ദാസ്യം എനിക്ക് എന്നെന്നും ഉണ്ടാകണമേ. അടുത്തതായിട്ട് ഭദ്ര പറഞ്ഞു, ഞാൻ കേകയ രാജ്യത്തെ ശ്രുതകീർത്തി എന്ന ആ മാതാവിൻ്റെ പുത്രിയാണ്. വസുദേവരുടെ സഹോദരിയാണ് ശ്രുതകീർത്തി. എൻ്റെ പിതാവ് അങ്ങനെ എൻ്റെ മാതുലേയനായ ശ്രീകൃഷ്ണനെ ക്ഷണിച്ചു വരുത്തി എന്നെ സമർപ്പിച്ചു. സഖിമാരോടും അക്ഷൗണി സൈന്യത്തോടും കൂടി ഭഗവാൻ എന്നെ വിവാഹം ചെയ്ത് ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. ഭഗവാന്റെ പാദശുശ്രൂഷയ്ക്കുള്ള അവസരം ജന്മാന്തരങ്ങളിലും എനിക്ക് ലഭിക്കണമേ എന്നാണ് പ്രാർത്ഥന. അടുത്തതായിട്ട് ലക്ഷ്മണ പറഞ്ഞു, ഞാൻ മദ്രരാജ്യത്തിലെ ബൃഹസ്സേനൻ്റെ പുത്രിയാണ്. ആ നാരദ മഹർഷി കൊട്ടാരത്തിൽ വന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ഗാനം ചെയ്യുന്നത് കേട്ട് അന്നു മുതൽ എൻ്റെ ചിത്തം ഭഗവാൻ മുകുന്ദനിൽ ലയിച്ചിരുന്നു. എൻ്റെ പിതാവായ ബൃഹസ്സേനൻ എന്ന രാജാവ് വിവാഹകാര്യത്തിൽ ഒരു പന്തയ മത്സരം ഏർപ്പെടുത്തി ഒരു യന്ത്രമത്സ്യമാകുന്ന ലക്ഷ്യം മുകളിൽ ഘടിപ്പിച്ച് ആ ലക്ഷ്യത്തെ കാണാൻ സാധ്യമല്ല, കാണാതെ അതിൻ്റെ പ്രതിബിംബം ജലത്തിൽ ഉള്ളത് നോക്കി പ്രതിഫലിക്കുന്ന പ്രതിബിംബത്തിൽ നോക്കി ലക്ഷ്യം ഭേദിക്കണം എന്നതാണ് വ്യവസ്ഥ. അനേകം രാജാക്കന്മാർ, ആയിരക്കണക്കിന് രാജാക്കന്മാർ അവിടെ വന്നു, പരാജയപ്പെട്ടു. അർജുനൻ, ഭീമൻ, ദുര്യോധനൻ, കർണൻ മുതലായവർ പോലും വന്ന മത്സരത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെടുകയുണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാൻ അനായാസമായിട്ട് ലക്ഷ്യം ഭേദിച്ച് എന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ ശ്രീകൃഷ്ണൻ ലക്ഷ്മണയെ വിവാഹം കഴിച്ചപ്പോൾ അത് ദേവന്മാർ ആഘോഷിച്ചു എന്നാണ്. ആകാശത്തിൽ പെരുമ്പറ മുഴങ്ങി ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഇങ്ങനെ വളരെ വിശേഷമായിട്ടാണ് എൻ്റെ വിവാഹം ഉണ്ടായത്. ഈ 8 പത്നിമാരുടെ
വിവരണം കേട്ട് 16,100 രാജകുമാരിമാർ ഭഗവാന്റെ പത്നിമാരായ വിവരം എങ്ങനെയാണ് എന്നത് ആ വിവരണത്തിലൂടെ പറയുകയാണ്. 16,100 രാജകുമാരിക്ക് വേണ്ടി അവരുടെ പ്രതിനിധിയായിട്ട് രോഹിണി എന്ന രാജകുമാരിയാണ് ആ വിവരം പറയുന്നത്, വർണ്ണിക്കുന്നത്. ഞങ്ങൾ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ തടവിൽ കിടന്നവരാണ്. നരകാസുരൻ ദിഗ്വിജയത്തിനിടയ്ക്ക് അനേകം രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയും വധിച്ചും അവരുടെയൊക്കെ പുത്രിമാരായ കന്യകമാരെ കൊണ്ടുവന്ന് തൻ്റെ പ്രാഗ്ജ്യോതിഷപുരം എന്ന കൊട്ടാരത്തിൽ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയനുസരിച്ച് ഭഗവാൻ അവിടെ വന്ന് നരകാസുരനെ വധിച്ച് ഞങ്ങളെ ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ദ്വാരകയിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഭഗവാന്റെ പത്നീപദം ലഭിക്കുകയും ചെയ്തു. ഈ തരത്തിലുള്ള കൃഷ്ണപത്നിമാരുടെ വിവാഹ ചരിത്രം കേട്ട് അവരുടെ പ്രണയബദ്ധത എത്രയെന്ന് മനസ്സിലാക്കിയ കുന്തിദേവി, ദ്രൗപദി, ഗാന്ധാരി, സുഭദ്ര, മറ്റ് രാജപത്നിമാർ, ഗോപികമാർ തുടങ്ങി സർവ്വരും ആനന്ദവും അത്ഭുതവും നിറഞ്ഞവരായി. അവർക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഭഗവാന്റെ വളരെ വിചിത്രമായ ആ ലീലാവിശേഷങ്ങൾ ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലാണ് ഭഗവാൻ ഓരോരുത്തരെയും സ്വീകരിച്ചത് എന്നത് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. ഇപ്രകാരം സ്ത്രീ പുരുഷന്മാർ പരസ്പര സല്ലാപം ചെയ്തുകൊണ്ടിരിക്കെ ബലരാമനെയും ശ്രീകൃഷ്ണനെയും ദർശിക്കാനായിട്ട് മഹർഷി വര്യന്മാർ വന്നെത്തി. വേദവ്യാസൻ, നാരദൻ, ച്യവനൻ, ദേവലൻ, അസിതൻ, വിശ്വാമിത്രൻ, ശതാനന്ദൻ, ഭരദ്വാജൻ, ഗൗതമൻ, പിന്നെ ശിഷ്യസമേതനായിട്ട് ഭഗവാൻ പരശുരാമൻ, വസിഷ്ഠൻ, ഭൃഗു മുതലായി അസംഖ്യം മുനിമാർ അവിടെ എത്തിച്ചേർന്നു. മുനിമാരുടെ ആഗമനം കണ്ട് സദസ്സിലിരുന്ന രാമകൃഷ്ണന്മാരും രാജാക്കന്മാരും പാണ്ഡവരും എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിച്ചു. ആ മഹർഷിമാരെ സ്വാഗതം ചെയ്തു. അർഘ്യപാദ്യാദികൾ നൽകി ആദരിച്ചു ശ്രീകൃഷ്ണൻ. എന്നിട്ട് അവരെയെല്ലാം യോഗ്യമായ ആസനസ്ഥരാക്കിയിട്ട് ശ്രീകൃഷ്ണൻ സദസ്സിലുള്ള എല്ലാവരോടുമായിട്ട് അരുളി ചെയ്തു: മനുഷ്യജന്മമെടുത്ത ഞങ്ങൾക്ക് പൂർണ്ണമായും ജന്മസാഫല്യം കൈവന്നത് ഇപ്പോഴാണ്. ഇത്തരം യോഗീശ്വരന്മാരെ ഒരുമിച്ച് ദർശിക്കാൻ ഒരു അസുലഭമായ അവസരം ലഭിച്ചുവല്ലോ. മഹർഷിമാരെ അതുപോലെ തന്നെ ഉത്തമന്മാരായ സജ്ജനങ്ങളെ ദർശിക്കുക എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ഈ മഹർഷീശ്വരന്മാർ, ഈ ഉത്തമന്മാരായ സജ്ജനങ്ങൾ അവരെ ദർശിക്കുന്നവരെ തന്നെ ശുദ്ധീകരിക്കുന്നവരാണ്. സാധാരണഗതിയിൽ നാം പാപനാശത്തിന് വേണ്ടിയിട്ട്, സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീർത്ഥങ്ങളെ ആശ്രയിക്കും. അതുപോലെ തന്നെ ഇഷ്ടദേവതമാരെ മണ്ണുകൊണ്ടോ ശില കൊണ്ടോ ലോഹം കൊണ്ടോ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളിൽ ആരാധിച്ച് ആ തരത്തിൽ അന്ധക്കരണ ശുദ്ധി നേടും. എന്നാൽ ഇവരാണെങ്കിൽ, ഈ മഹർഷീശ്വരന്മാർ അവരെ ദർശിക്കുന്നതോടുകൂടി തന്നെ മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നതാണ്. ന ഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയ തേ പുനന്തുരുകാലേന ദർശനാദേവ സാധവ. ഭഗവാൻ ഇത് പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. ഈ അമ്മയാനി, അപ്പമയാനി ജലരൂപത്തിലുള്ള തീർത്ഥങ്ങളായാലും, ന ദേവ മൃച്ഛിലാമയ മൃത്ത്, ശില മുതലായവ കൊണ്ടുള്ള, മണ്ണ് കൊണ്ടുള്ളതും ശില കൊണ്ടുള്ളതുമായിട്ടുള്ള ദേവവിഗ്രഹങ്ങളായാലും ദീർഘകാലം അവയെ ഉപാസിച്ചാൽ മാത്രമേ ശുദ്ധീകരിക്കുകയുള്ളൂ. തേ പുനന്തി ഉരുകാലേന ദർശനാദേവ സാധവ. സജ്ജനങ്ങൾ അങ്ങനെയല്ല, അവരെ ദർശിക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ശുദ്ധീകരിക്കാൻ പോകുന്നവരാണ്. കാരണം എന്തുകൊണ്ടാണ്? സ്വാന്തസ്തേന ഗതാഭൃത എന്ന് ഭാഗവതത്തിൽ പറയും. തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത. അവർ ചെല്ലുന്നവിടെ എല്ലാം പുണ്യസ്ഥലങ്ങളാക്കി മാറ്റും. കാരണം അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാൻ വിളങ്ങുന്നു എന്നാണ്. മുനിമാർ പറഞ്ഞു,
ശ്രീകൃഷ്ണ ഭഗവാനോട് നോക്കിക്കൊണ്ട്, അങ്ങയുടെ ലീലാവിലാസങ്ങൾ ആശ്ചര്യകരം തന്നെ. അങ്ങ് ഏകനാണ്, അനാസക്തനാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തുന്നു, വർണ്ണാശ്രമധർമ്മങ്ങളുടെ മൂർത്തിമൽ രൂപവുമാണ്. എങ്കിലും മനുഷ്യനാട്ടത്തിൽ ലീലാവതാരങ്ങളിലൂടെ സനാതനമായ വേദമാർഗത്തെ സംരക്ഷിക്കുന്നുവല്ലോ, അതിലൂടെ സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ബ്രാഹ്മണകുലത്തെ ആദരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ജന്മസാഫല്യം ലഭിച്ചു. അങ്ങയുമായുള്ള സംഗമമാണ് ഞങ്ങളുടെ സമസ്ത ശ്രേയസ്സുകൾക്കും നിദാനം. അങ്ങയുടെ ഭക്തരായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് മഹർഷീശ്വരന്മാർ ശ്രീകൃഷ്ണ ഭഗവാനെ നമസ്കരിച്ചു, ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഈ തരത്തിൽ മഹർഷിമാർ ശ്രീകൃഷ്ണനെ സ്തുതിച്ച് ശ്രീകൃഷ്ണനോടും യുധിഷ്ഠിരനോടും മറ്റും യാത്ര ചോദിച്ച് പോകാനൊരുങ്ങി. അവരെ യാത്ര പുറപ്പെട്ടപ്പോൾ വസുദേവർ ഉടനെ തന്നെ ഓടി അവരെ പിന്തുടർന്ന് അവരുടെ പാദം പിടിച്ച് നമസ്കരിച്ചിട്ട് വിനയത്തോടു കൂടി പറഞ്ഞു, എനിക്ക് മഹാജ്ഞാനികളും പണ്ഡിതന്മാരും ഉത്തമ ഭക്തന്മാരുമായി നിങ്ങളോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. അതിന് എനിക്ക് ഉത്തരം തരയണമേ, എൻ്റെ സംശയം ദൂരീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്താണ് എന്ന് ചോദിച്ചു. വസുദേവർ പറഞ്ഞു, നമോ സർവദേവേഭ്യ ഋഷയശ്രോതുമർഹത കർമ്മണ കർമ്മനിർഹാരോ യഥാസ്യാന്ന തതുച്യതാം. കർമ്മത്താൽ കർമ്മനിവൃത്തി, നൈഷ്കർമ്മ്യാവസ്ഥ എങ്ങനെയായാൽ കൈവരും എന്ന് ഉപദേശിച്ചു തരയണമേ. കാരണം എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ചെയ്താലും കർമ്മം എല്ലാവരെയും ബാധിക്കുന്നതാണല്ലോ. അപ്പോൾ കർമ്മം ചെയ്തു തന്നെ ആ നൈഷ്കർമ്മ സിദ്ധിയെ എങ്ങനെ നേടാൻ സാധിക്കും? ഇതാണ് എൻ്റെ സംശയം. ഈ ചോദ്യം കേട്ട് ശ്രീനാരദ മഹർഷി ചിരിച്ചു. മറ്റു മഹർഷിമാരെ നോക്കി പറഞ്ഞു, വാസ്തവത്തിൽ ഈ വസുദേവരുടെ പുത്രനാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്ന് ലഭിച്ച ജ്ഞാനമാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെയുള്ള ഭഗവാൻ തന്നെ പുത്രനായിട്ടുണ്ടായിട്ട് ആ ശ്രീകൃഷ്ണൻ ബാലനാണെന്ന് കരുതി പിതാവായ വസുദേവർക്ക് ഭഗവാനോട് ചോദിക്കാൻ തോന്നിയില്ലല്ലോ, സ്വന്തം പുത്രനോട് ചോദിക്കാൻ തോന്നിയില്ലല്ലോ, അതുകൊണ്ടാണല്ലോ നമ്മോട് ചോദിക്കുന്നത്. അപ്പോൾ നാരദൻ പറഞ്ഞു, ഇതാണ് മനുഷ്യ സ്വഭാവം. സന്നികർഷോഹി മർത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വ യഥാ അന്യാംബ തത്രത്യോ യാതിശുദ്ധയേ. അതായത് വളരെ കാലമായിട്ടുള്ള അടുപ്പം കൊണ്ട്, വളരെ അടുത്ത് പെരുമാറുന്നത് കൊണ്ടും അടുത്ത് ജീവിക്കുന്നത് കൊണ്ടും ആ ആദരവിന് കുറവ് വരുന്നു, മങ്ങലേൽക്കുന്നു എന്നാണ്. സന്നികർഷം എന്ന് പറഞ്ഞാൽ നിരന്തരമായ സംഗമം. മനുഷ്യർക്ക് അത് അനാദരണത്തിന് കാരണമായി തീരും. അതെപ്രകാരമാണ് എന്നാണെങ്കിൽ, ഗാംഗം ഹിത്വ യഥാ അന്യാംബസ്തത്രത്വ യാതിശുദ്ധി. ഗംഗാതീരത്ത് വസിക്കുന്നവർ തീർത്ഥം അന്വേഷിച്ച് മറ്റ് തീർത്ഥസ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോലെയാണ്. ഗംഗ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ തീർത്ഥം. ആ ഗംഗാജലത്തിൽ സ്നാനം ചെയ്താൽ ശുദ്ധി ഉണ്ടാവും. പക്ഷേ അവർക്ക് മറ്റ് തീർത്ഥങ്ങളിലേക്ക് പോകാനാണ് തോന്നുന്നത്. ഗംഗയുടെ തീരത്തുള്ളവർ ശുദ്ധിക്ക് വേണ്ടി വേറെ തീർത്ഥങ്ങൾ തേടി പോകുന്നത് പോലെയാണിത്. അത്യംഗ സംഘം, അത്യംഗ സംസർഗം അനാദരവിന് ഹേതുവായിട്ട് തീരുന്നു. എന്തായാലും നാരദ മഹർഷി ഇത്രയും പറഞ്ഞ ശേഷം മറ്റു മഹർഷിമാർ വസുദേവരോട് പറഞ്ഞു. വസുദേവരെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, സർവയജ്ഞങ്ങളുടെയും ഫലദാതാവായ മഹാവിഷ്ണുവിനെ യജ്ഞങ്ങളിലൂടെ യജിക്കുക എന്നതാണ് കർമ്മത്തിലൂടെ നൈഷ്കർമ്മ്യാവസ്ഥ കൈവരിക്കാനുള്ള ഉപായമായി മഹാത്മാക്കൾ പറയുന്നത്. കാരണം യജ്ഞം ഒരു കർമ്മമാണ്. ശ്രേഷ്ഠമായ കർമ്മം, ഈശ്വര അർപ്പണമായ കർമ്മം ചെയ്യുന്നതിലൂടെ ആ കർമ്മവാസനകൾ നശിക്കും. അതുകൊണ്ടാണ് വിശുദ്ധവും സ്വയം സമ്പാദിച്ചതുമായ ധനം കൊണ്ട് ശ്രദ്ധയോടെ ഭഗവാനെ യജിക്കുക എന്നതാണ് ഗൃഹസ്ഥാശ്രമം സിദ്ധിച്ച ഏതൊരു ദ്വിജനും ശ്രേയസ്സിലേക്കുള്ള മാർഗം. ഒരു ഗൃഹസ്ഥൻ ഈ തരത്തിൽ യജ്ഞം ചെയ്ത് കർമ്മവാസനയെ
ക്ഷയിപ്പിക്കണം എന്ന് മാത്രമല്ല, ഒരു ഗൃഹസ്ഥന് ത്യജിക്കേണ്ടതായ 3 ഏഷണകളുണ്ട്. ഏഷണ എന്ന് പറഞ്ഞാൽ ആസക്തി അല്ലെങ്കിൽ വാസന. വിത്തേഷണ, പുത്രേഷണ, ദാരേഷണ. വിവേകിയായവൾ ഈ 3ഉം അതിജീവിക്കുന്നു. യജ്ഞദാനാദികൾ കൊണ്ട് വിത്തേഷണ, വിത്തത്തിലുള്ള ഏഷണ, അതായത് ധനത്തിലുള്ള ആസക്തിയെ യജ്ഞം ചെയ്തും യജ്ഞത്തിന് വേണ്ടിയിട്ടും ദാനത്തിന് വേണ്ടിയിട്ടും വിത്തത്തെ ഉപയോഗിക്കുന്നതിലൂടെ വിത്തത്തിനോടുള്ള ആസക്തി, വിത്തേഷണ അതിജീവിക്കാൻ സാധിക്കുന്നു. അതുപോലെ പുത്രേഷണ, ഗൃഹഭോഗങ്ങളാൽ ഗൃഹസ്ഥ ജീവിതത്തിലെ പലതരത്തിലുള്ള അനുഭവങ്ങൾ നേടി പുത്രനെന്നുള്ള ആസക്തി ഉപേക്ഷിക്കാൻ സാധിക്കുന്നു. ദാരേഷണയും അതുപോലെ തന്നെ ഗൃഹഭോഗങ്ങളാലാണ് ദൂരീകരിക്കാൻ സാധിക്കുന്നത്. ദാരം എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. പിന്നെ ലോകേഷണയാണ് 3ാമത്തത്. ലോകത്ത് നേടേണ്ടതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, പ്രശസ്തി ഇവയോടൊക്കെയുള്ള ആസക്തി കാലക്രമത്തിൽ മാത്രമേ നശിക്കുകയുള്ളൂ. ഈ 3നെയും അല്ലെങ്കിൽ 4നെയും ഏഷണകളെയും ത്യജിക്കുന്നതിലൂടെ മാത്രമേ ഒരു ഗൃഹസ്ഥന് ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ജനിച്ചാലുടൻ തന്നെ അവനെ ബാധിക്കുന്നതായിട്ടുള്ള 3 കടങ്ങളുണ്ടെന്നാണ്, 3 ഋണങ്ങൾ. ദേവ ഋണം, ഋഷി ഋണം, പിതൃ ഋണം എന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. ദേവ ഋണം, ദേവന്മാരോടുള്ള ഒരു കടപ്പാട്. അതിൽ നിന്ന് മോചനം നേടാൻ യജ്ഞം, പൂജ ആദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിലൂടെ ദേവഋണം ദൂരീകരിക്കാൻ നമുക്ക്. അതുപോലെ തന്നെ ബ്രഹ്മചര്യം, വേദപഠനം ഇവയിലൂടെ ഋഷിഗണത്തെ അതിജീവിക്കാം. കാരണം ഋഷിമാരാണ് വേദങ്ങളെയും വേദാന്ത ശാസ്ത്രങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നവർ, അതിനെ പ്രവചിക്കുന്നവർ. അതുകൊണ്ട് അവരോടുള്ള ഋഷിഗണം വീട്ടാനായിട്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും വേദപഠനം നടത്തുകയും ചെയ്യണം. പിതൃഗണം, അതിൽ നിന്ന് മോചനം നേടാൻ വിവാഹം കഴിച്ച് സൽപുത്രന്മാരെ ജനിപ്പിച്ച് അതിലൂടെ അവർക്ക് ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അവരെ കൊണ്ട് ചെയ്യിച്ച് അങ്ങനെ ഋണമോചനം നേടാൻ സാധിക്കും. ഈ തരത്തിൽ ഒരു ഗൃഹസ്ഥൻ ഇതെല്ലാം നേടിയാൽ മാത്രമേ ഗൃഹസ്ഥ ജീവിതം ധന്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഋഷിമാർ പറഞ്ഞു. വസുദേവർ ഈ ഉപദേശങ്ങൾ സ്വീകരിച്ചു. ഋഷിമാരെ ശിരസാ നമിച്ചു. അവരെ തന്നെ ഋത്തിക്കുകളായിട്ട് വരിച്ച് ഉത്തമയജ്ഞങ്ങൾ അനുഷ്ഠിച്ചു. അവഭൃത സ്നാനവും ദക്ഷിണയും കഴിഞ്ഞ് വസുദേവർ എല്ലാവർക്കും ദാനം നൽകി. ഋഷിമാർ ശ്രീകൃഷ്ണനോടും മറ്റും യാത്ര പറഞ്ഞ് പോയി. ധൃതരാഷ്ട്രം, ഭീഷ്മർ, വിതുരർ, ദ്രോണർ, കുന്തിദേവി, പാണ്ഡവർ മുതലായവരും വേദവ്യാസൻ, നാരദൻ എന്നിവരും ശ്രീകൃഷ്ണ ഭഗവാനെ വണങ്ങിയിട്ട് സ്വദേശങ്ങളിലേക്ക് മടങ്ങി. നന്ദഗോപരും ഗോപന്മാരും ഗോപികമാരും ആ 3 മാസക്കാലത്തെ അനുഭവം, 3 മാസക്കാലമാണ് ഈ സത്സംഗം ഉണ്ടായത്. ആ അനുഭവം കൊണ്ട് ലഭിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള അറിവ്, ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ആ ഒരു സങ്കല്പം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ശ്രീപാദസ്മരണയോടുകൂടി അവരും തിരിച്ചുപോയി. അങ്ങനെ ഈ സത്സംഗത്തിലൂടെ എല്ലാവരും സമ്പന്നമായ ഹൃദയത്തോടു കൂടിയാണ് പോയതെന്നർത്ഥം. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ചതായിട്ടുള്ള ആനന്ദം അനുഭവിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വസുദേവർ രാമകൃഷ്ണന്മാരെ സമീപിച്ച് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേവാം അസ്യയത് സാക്ഷാൽ പ്രധാന പുരുഷൗപരവും. അപ്പോൾ ഈ മഹർഷീശ്വരന്മാർ നമസ്കരിക്കുന്നതും മറ്റുള്ളവരെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ പുകഴ്ത്തുന്നതും കേട്ടപ്പോൾ വസുദേവർക്ക് ബോധ്യമായ ഒരു വസ്തുതയാണ് ഇവിടെ പറയുന്നത്. അല്ലയോ യോഗീശ്വരനും സനാതനനുമായ കൃഷ്ണ, രാമ, ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ സാക്ഷാൽ
ഈശ്വരന്മാരാണ് എന്ന് ഞാൻ അറിയുന്നു. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ സംഘർഷണ സനാതന ജാനേവാം, നിങ്ങളെ ഞാൻ അങ്ങനെ അറിയുന്നു. അസ്യ സാക്ഷാൽ പ്രധാന പുരുഷൗപരവും, നിങ്ങൾ തന്നെയാണ് പ്രത്യക്ഷത്തിൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായതും ഇതിൻ്റെ മുഴുവൻ രക്ഷിതാക്കളും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് സാക്ഷാൽ ഈശ്വരന്മാർ. വസുദേവ രാമകൃഷ്ണന്മാരെ ഈശ്വര ബുദ്ധിയാ വീക്ഷിക്കുന്നു, തത്വമറിഞ്ഞ് സ്തുതിക്കുന്നു. നിങ്ങൾ ഇന്ദ്രിയജ്ഞാനത്തിന് അതീതരാണ്. സാധാരണ രീതിയിലുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങളെ അറിയാൻ സാധ്യമല്ല. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട നാനാപ്രകാരേണയുള്ള ഈ വിശ്വത്തിൽ നിങ്ങൾ അന്തര്യാമിയായി പ്രവേശിച്ച് പ്രാണനായും ജീവനായും എല്ലാവരെയും സംരക്ഷിക്കുന്നുവല്ലോ. ചന്ദ്രൻ്റെ കാന്തി, അഗ്നിയുടെ തേജസ്, ഭൂമിയുടെ ഗന്ധം, ജലത്തിൻ്റെ ജീവനദായകത്വം, തൃപ്തിജനകത്വം എല്ലാം അങ്ങ് തന്നെയാണ്. എല്ലാറ്റിലും ചൈതന്യമായിട്ട് വർത്തിക്കുന്ന അങ്ങ് തന്നെയാണെന്നർത്ഥം. അതുമാത്രവുമല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവം തന്നെ അങ്ങയിൽ നിന്നാണ്. ശാസ്ത്രമനുസരിച്ച് ഈ പ്രപഞ്ചമുണ്ടാകുന്നത് ശബ്ദത്തിൽ നിന്നാണ് എന്നാണല്ലോ പറയുന്നത്. അതുമാത്രമല്ല, ഒരു വലുതായൊരു ശബ്ദമുണ്ടായി ആ ശബ്ദം അന്തരീക്ഷത്തിൽ ദിക്കുകളിലെല്ലാം വ്യാപിച്ച് അത് ശബ്ദമായും നാദമായും പരിണമിച്ചാണ് ഓങ്കാരം ഉണ്ടായത് എന്നും ശാസ്ത്രങ്ങൾ പറയുന്നല്ലോ. ദിശാം ത്വം അവകാശോസി ദിശഖം സ്ഫോടയാശ്രയ നാദോ വർണ്ണ ത്വമോങ്കാര ആകൃതീനാം പൃഥകൃതി. അങ്ങ് ദിക്കുകളാണ്, ദിക്കുകളുടെ ഒഴിവിടവുമാണ്. ആകാശവും ആകാശഗുണകമായ ശബ്ദസ്ഫോടവും ആ ശബ്ദസ്ഫോടം തന്നെ വ്യാപിച്ച് നാദമായും അത് ഏകനാദമായ ഓങ്കാരമായും വ്യാപിച്ചു. ആ ഓങ്കാരവും അങ്ങ് തന്നെയാണ്. ആകൃതിയും ശബ്ദപ്രപഞ്ചവും അങ്ങ് തന്നെയാണ്. ആ നാദത്തിൽ നിന്നാണ് പിന്നീട് വർണ്ണങ്ങളുണ്ടായതും വർണ്ണങ്ങളിൽ നിന്ന് ഭാഷയുണ്ടായതും. അതെല്ലാം ഭഗവാനെ അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങ് ഇന്ദ്രിയങ്ങൾക്ക് ഉള്ള ശ്രവണാദി ശക്തികൾ തന്നെ ഭഗവാനാണ്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശ്രവണം, സ്പർശനം, അതുപോലെ രൂപങ്ങളെ ദർശിക്കാനുള്ള കഴിവ്, രസനയുടെ കഴിവ്, ഘ്രാണശക്തി എല്ലാം അങ്ങ് തന്നെയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാതൃദേവതകളും അധിഷ്ഠാന ശക്തിയും അങ്ങ് തന്നെയാണ്. സത്വരജസ്തമോ ഗുണങ്ങളും അവയുടെ ചേഷ്ടകളായ സുഖദുഃഖാദികളും അങ്ങയിലില്ല, ഉണ്ടെന്ന് തോന്നുന്നത് യോഗമായാലാണ്. ഇത്രയും ഞാൻ മനസ്സിലാക്കുന്നു. ഈ ലോകത്തിൽ അങ്ങല്ലാതെ വേറൊന്നുമില്ല എന്നർത്ഥം. സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും ഉള്ള എല്ലാ ചൈതന്യവും അങ്ങ് തന്നെയാണ് എന്ന് വസുദേവർ പൂർണ്ണമായിട്ടും ആ ഒരു ജ്ഞാനത്തിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്തിൽ ലഭിക്കാൻ പ്രയാസമേറിയ മനുഷ്യജന്മം ലഭിച്ചിട്ടും വിഷയാദികളിൽ ഭ്രമിച്ച് വൃഥാകാലക്ഷേപം ചെയ്ത് ആയുസ് ഒടുങ്ങി ഞാനും കുറേ കാലം അങ്ങനെ ആയുസ്സിനെ നഷ്ടപ്പെടുത്തിയ ആളാണ്. ഈ ദേഹത്തിൽ ഞാനെന്നും പുത്രപൗത്രാദികളിൽ മമതാഭാവം വെച്ച് എൻ്റേതെന്നും സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെട്ടു. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും രാമനും കൃഷ്ണനും ഈശ്വര സ്വരൂപികളാണ് എന്ന് ഞാൻ യഥാർത്ഥത്തിൽ അറിയുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് അവതരിച്ച ഉടനെ ആ സൂതികാഗൃഹത്തിൽ വെച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായി, അതായത് വസുദേവർക്കും ദേവകിക്കുമായിട്ട് തന്ന ഉപദേശം ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നു. ആ മമതാബോധത്തെ വെടിഞ്ഞ് എങ്ങനെയാണ് എല്ലാവരെയും ഈശ്വര സ്വരൂപികളായിട്ട് കാണേണ്ടത് എന്ന് അന്ന് അങ്ങ് ഉപദേശിച്ചു തന്നു. ആ ഉപദേശം ഉൾക്കൊണ്ടുവെങ്കിലും പൂർണ്ണമായിട്ടും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. അന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വസുദേവർക്കും ദേവകിക്കുമായിട്ട് കൊടുത്ത ഉപദേശം ദശമസ്കന്ധം 3-ാം അധ്യായത്തിൽ ഉണ്ട്.
ഭഗവാൻ അവതരിച്ച ഉടനെ യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയദ്ലൗ കൃതസ്നേഹോ യാസ്യേതേ മദ്ഗതിം പരാം. പരമമായ മദ്ഗതിം, എന്നെ, ഞാനാകുന്ന പരമമായ ലക്ഷ്യത്തെ പ്രാപിക്കാൻ, സാക്ഷാത്കാരം നേടാൻ എന്തു വേണം? യുവാം മാം, നിങ്ങൾ രണ്ടുപേരും, മാം, എന്നെ, പുത്രഭാവേന ബ്രഹ്മഭാവേന ച അസകൃത്ത്, നിങ്ങൾ പുത്രൻ എന്നുള്ള ഭാവത്തിൽ സ്നേഹത്തോടു കൂടി വാത്സല്യത്തോടു കൂടി ലാളിച്ചുകൊണ്ട് സ്നേഹിക്കാം. അത് സ്വാഭാവികമാണ് മനുഷ്യർക്ക്. പക്ഷേ അതോടൊപ്പം ബ്രഹ്മഭാവേന ച അസകൃത്ത്, അസകൃത്ത് എന്ന് പറഞ്ഞാൽ കൂടെ പല പ്രാവശ്യം അതും ചിന്തിക്കണം എന്നാണ്. ഞാൻ നിങ്ങളുടെ പുത്രനാണ് എന്നുള്ള സ്നേഹത്തോടു കൂടി വർത്തിക്കുമ്പോഴും ഞാൻ ഈശ്വരനാണ് എന്നുകൂടെ ചിന്തിക്കണം, അഥവാ മനനം ചെയ്യണം. അങ്ങനെ ഭാവന ചെയ്ത് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ എന്നെ പ്രാപിക്കാൻ സാധിക്കും എന്നന്ന് ഉപദേശിച്ചല്ലോ. അങ്ങ് ഉപദേശിച്ച ആ തത്വം എനിക്കിപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഭഗവാനോട്, ശ്രീകൃഷ്ണനോട് വസുദേവർ പറഞ്ഞു, നിങ്ങൾ ഈശ്വരസ്വരൂപികളാണ് എന്നത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളോട് എനിക്ക് ആ ഒരു ഭാവന ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും അത് ഭഗവാന്റെ മറുപടി കൊണ്ടാണ് അത് വസുദേവർക്ക് തെളിയുന്നത്. ഭഗവാൻ വസുദേവരോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും, ശ്രീകൃഷ്ണനും ബലരാമനും, ഈശ്വരസ്വരൂപികളാണ് എന്ന് പറഞ്ഞുവല്ലോ. രാമനും കൃഷ്ണനും ഈശ്വരസ്വരൂപികളാണ് എന്ന് ഞാൻ അറിയുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, അഹം യൂയം അസൗ ആര്യ ഇമേ ചദ്വാരകൗകസ സർവേപ്യേവം യദു ശ്രേഷ്ഠ വിമൃശ്യ സചരാചരം. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, നിങ്ങളും, ദേവകിയും വസുദേവരും, അസൗ ആര്യ, എൻ്റെ ഈ ജ്യേഷ്ഠനും, ദ്വാരകാവാസികളെല്ലാം മാത്രമല്ല, സർവേപ്യേവം യദു ശ്രേഷ്ഠ, എല്ലാവരും, ഈ കാണുന്ന എല്ലാവരും, വിമൃശ്യ സചരാചരം, ചരാചരം ഉൾപ്പെടെയുള്ള എല്ലാം ഈശ്വരസ്വരൂപങ്ങൾ തന്നെയാണ് എന്ന് വിമർശ്യ എന്ന് പറഞ്ഞാൽ കാര്യകാരണ ചിന്തയോടുകൂടി അതിനെ അപഗ്രഥിച്ച് അറിയണം. അപ്പോൾ ഇവിടെ ഭഗവാനല്ലാതെ വേറൊന്നുമില്ല എന്ന് ബോധ്യമാകും. അങ്ങും ഞാനും ഈ ജ്യേഷ്ഠനും ദ്വാരകാവാസികളും സർവചരാചരങ്ങളും ഈശ്വരാംശമാണ്. ഏകസ്വരൂപനായ ആത്മാവ് ബഹുത്വേന പ്രതിഭാസിക്കുന്നതാണ് എന്നും അറിയുക. ആത്മാ ഹേക സ്വയം ജ്യോതി നിത്യോന്യോ നിർഗുണോ ഗുണൈ. ഏകനായ ആത്മാവ് പലതായിട്ട് പ്രതിഭാസിക്കുന്നതാണ്. ഈയിടെ പല വ്യക്തികളായിട്ട് കാണപ്പെടുന്നത്, പല ചരാചരങ്ങളായിട്ട് കാണപ്പെടുന്നത്. ഏകസ്വരൂപനായ ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അറിയുക. ഭഗവാന്റെ ഈ വാക്യം ശ്രവിച്ച വസുദേവർ നാനാത്വബോധം നശിച്ച് ഏകത്വബോധം ഉദിച്ചവനായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവകീദേവി രാമകൃഷ്ണന്മാരെ സമീപിച്ച് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും യോഗേശ്വരന്മാരും ഈശ്വരനായ ആദിപുരുഷന്മാരുമാണ് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ദേവകീദേവിയുടെ ഉള്ളിലും ഈ ജ്ഞാനം ഉദിച്ചുവെങ്കിലും പൂർണ്ണമായിട്ടും ആ ഒരു പുത്ര വാസന നശിച്ചിട്ടില്ല എന്ന് ഭഗവാന് മനസ്സിലായി. അതും കൂടെ പൂർണ്ണമായിട്ടും ദൂരീകരിച്ചാൽ മാത്രമേ ദേവകിക്കും ഈ ജ്ഞാനം അനുഭവതലത്തിലെത്തുകയുള്ളൂ. അതുകൊണ്ടാണ് ദേവകിയെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത്. ദേവകീദേവി പറഞ്ഞു, നിങ്ങൾ സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയായി വളരെ മുമ്പ് മരിച്ചുപോയ ഒരു പുത്രനെ യമപുരിയിൽ നിന്ന് വീണ്ടെടുത്ത് നൽകുകയുണ്ടായല്ലോ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. കംസനാൽ ഹനിക്കപ്പെട്ട എൻ്റെ ആദ്യപുത്രന്മാരെ എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. എൻ്റെ 6 പുത്രന്മാരെ കംസനൊന്ന് നിഗ്രഹിച്ചല്ലോ ജനിച്ച ഉടനെ തന്നെ. അവരെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു.
ഭഗവാൻ ഉടൻ തന്നെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി രാമകൃഷ്ണന്മാർ രണ്ടുപേരുമായിട്ട് യോഗമായേ അവലംബിച്ച് സുതലത്തിലേക്ക് ചെന്നു. അവിടെ മഹാബലി രണ്ടുപേരെയും കണ്ടപ്പോൾ അത്യന്തം ആഹ്ലാദത്തോടു കൂടി രാമകൃഷ്ണന്മാരെ നമസ്കരിച്ചു, സൽക്കരിച്ചു. ശ്രീകൃഷ്ണൻ അരുളി ചെയ്തു, സ്വയംഭവ മന്വന്തരത്തിൽ ബ്രഹ്മപുത്രനായ മരീചിക്ക് ഊർണ എന്ന ഭാര്യയിലുണ്ടായ 6 പുത്രന്മാർ, ഷഡർഭകർ എന്നാണ് അവരറിയപ്പെടുന്നത്. അർഭകർ എന്ന് പറഞ്ഞാൽ ബാലന്മാരെന്നാണ് അർത്ഥം. ബ്രഹ്മാവിൻ്റെ ശാപത്താൽ അവർ ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കേണ്ടി വന്നു. അവരെ യോഗമായ ദേവകീ ഗർഭത്തിലേക്ക് എത്തിച്ചു. കംസനാൽ നിഗ്രഹിക്കപ്പെട്ടു. ആ 6 പുത്രന്മാർ ഇവിടെയുണ്ട്. അവർ ആ ദേവകീ ഗർഭത്തിലേക്ക് ആനയിക്കപ്പെട്ടപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഭൂമിയിൽ മനുഷ്യായുസിൽ ജീവിക്കാനിട വരരുതേ എന്ന്. അതുകൊണ്ടാണ് ജനിച്ച ഉടനെ തന്നെ അവരെ കംസൻ വധിച്ചത്. അവരെ കൊണ്ടുപോയി മാതാവിനെ സമർപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. അങ്ങനെയായാൽ അവർ ശാപമോക്ഷം ലഭിച്ചവരായി സ്വർഗത്തെ പ്രാപിക്കും. ബലി ആ ബാലന്മാരെ ഭഗവാന് സമർപ്പിച്ചു. ശ്രീകൃഷ്ണൻ അവരെയും കൊണ്ട് ദ്വാരകയിൽ വന്നു മാതാവിനെ സമർപ്പിച്ചു. ബാലന്മാരായ അവർ ദേവകിയുടെ മടിയിലിരുന്നു. ദേവകി ദേവി അവരെ ആലിംഗനം ചെയ്തു, സ്തന്യപാനം ചെയ്തു. ശ്രീകൃഷ്ണ ഭഗവാൻ പാനം ചെയ്തതിൻ്റെ അവശേഷിച്ചതായിട്ടുള്ള സ്തന്യം പാനം ചെയ്തതോടുകൂടി അവർക്ക് ആത്മജ്ഞാനം ലഭിച്ചു. അവർ ശ്രീകൃഷ്ണനെയും ദേവകീ വസുദേവന്മാരെയും നമസ്കരിച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി. ഈ ഒരു ലീലയോടുകൂടി തന്നെ ദേവകിക്കും ബോധ്യമായി, ഇവിടെ ഭൂമിയിൽ ജനിക്കുന്നതും മരിക്കുന്നതുമെല്ലാം ഓരോരുത്തരുടെ പ്രാരബ്ധമാണ്. അവർക്ക് അതുകൊണ്ട് പ്രത്യേകമായിട്ട് യാതൊന്നും സംഭവിക്കുന്നില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്യത്ഭുതകമായ വീര്യകൃത്യങ്ങൾ അത് നിരവധിയാണ് എന്നറിഞ്ഞ് ദേവകീ വസുദേവന്മാരും നിർവൃതി അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു ഭഗവാന്റെ അത്യത്ഭുതമായ ആ സങ്കല്പമനുസരിച്ചുള്ള സത്സംഗവും അതിനെ തുടർന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്ന പല തത്വങ്ങളും ഇവിടെ അവതരിപ്പിച്ചത്. ഹരി ഓം.